എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബാദുഷ എന്നൊരു സ്വീറ്റാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ വരുന്നത് ബേക്കിംഗ് പൗഡറാണ്. ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത് പൊടിച്ച പഞ്ചസാര 1 ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് നെയ്യാണ്. ഞാൻ ഇപ്പോൾ ഒരു 4 ടീസ്പൂണോളം നെയ്യ് ഇവിടെ അതിൽ ചേർക്കുന്നുണ്ട്. നെയ്യില്ല, ഡാൽഡയോ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമാണ് കൈവശമുള്ളതെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണോളം പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതായത് തണുത്ത് സാധാരണ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് മാവ് നന്നായിട്ട് നല്ല ടൈറ്റും ആവാൻ പാടില്ല, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആവരുത്. നമുക്കിതിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അത് ലെയറായിട്ടിരിക്കണം. കണ്ടോ, ഇതുപോലെ ലെയറായിട്ടിരിക്കണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്നത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ലൈനി റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ലൈനി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് പഞ്ചസാര മൂടി നിൽക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/2 കപ്പോളം. നന്നായി തീ കൂട്ടി വെച്ചാൽ നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2-3 ഏലക്കായ നന്നായിട്ട് ചതച്ചത് വന്നിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. നമുക്കിതുപോലെ ഒരു നൂല് പരുവമായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ഞാനത് മാവ് ഒരു പാത്രത്തിലേക്ക് വെച്ചത് ഇങ്ങനെ ഒന്ന് പരത്തി ഇതുപോലെ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നും കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതായത് നമ്മൾ നല്ല ബലം കൊടുത്ത് കനത്തിൽ ഇത് ഉരുട്ടാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. അല്ലെങ്കിൽ അതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലെയറായിട്ടുള്ളത് കിട്ടില്ല. നമുക്കിനി ചൂടായ നമ്മുടെ ഓയിലിലേക്ക് ഓരോന്നും നമ്മുടെ ബാദുഷ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഇത് വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് അതിൻ്റെ വേവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. നമുക്കിനി ഇത് ഓരോന്നും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഗോൾഡൻ കളറാകുന്ന വരെ പരുവം കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പഞ്ചസാര ലൈനി തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ബാദുഷ ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം മാത്രമേ നമുക്ക് ഇതിൽ ഇടേണ്ട കാര്യമുള്ളൂ. ജസ്റ്റ് ലൈനിയൊക്കെ ഒന്ന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വയ്ക്കാം. ഞാൻ 2-3 മിനിറ്റിന് ശേഷം ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള നമ്മുടെ ബാദുഷ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.